സാറേ ഓടിക്കോ. സാറേ നമസ്കാരം നമസ്കാരം നമസ്കാരം. സാർ വാസു, ഞാനാ വിളിച്ച സാറേ. എന്താ വിളിച്ചത്? സാറേന്ന്. എന്നെ ആരെയാ വിളിച്ചേ? സാറേ എന്താ ഈ പഴയ ഗവൺമെന്റ് സ്കൂളിലേക്ക് HM പോലെ തോന്നുന്നു. HM അല്ല MH. അതല്ല HM ഒക്കെ പോലെ തോന്നണം, അതുകൊണ്ട് വിളിച്ചത്. സാറേന്ന് വിളിച്ച ആള് കൊള്ളാം കേട്ടോ. എന്താണ്? ഒരു കെട്ടും പെറ്റയും പോയിലേയും കൂടി ഇരുന്നിട്ടേ രാവിലെ ഇത് മുറിക്കാലേ ഈ പുള്ളി രണ്ടിനും പോത്തുള്ളൂ. ആ പുള്ളിയാണ് സാറേ സാറേന്ന് വിളിച്ചത്. എന്നാലും സാറേന്ന് വിളിച്ചപ്പോ നിങ്ങളുടെ ഒരു ചിരിയൊക്കെ കാണാം. അതായത് ഞങ്ങളുടെ പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് നിറച്ച ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് ഇത് നോക്കണ കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നതാ. ഇവിടുത്തെ ഇതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് ഡെലിവറിയാണ്. എങ്ങനെ? വിത്തിൻ സെക്കൻഡ് ഡെലിവറിയാണ്. നീ ഡെലിവറി എന്ന് പറഞ്ഞ 4 ഡെലിവറി ഒരു ഓപ്പറേഷൻ പറഞ്ഞു. ഇനി ഡെലിവറി എങ്ങാനും പറഞ്ഞാൽ ഇവിടെ ചെരുപ്പ്. നിന്റെ അമ്മയുടെ പ്രായമില്ലടാ എനിക്ക്. എന്താണ് എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞത്? എന്റെ ഡെലിവറി ഒക്കെ എന്തേ കഴിഞ്ഞാടാ? കണ്ട ഉടനെ ഡെലിവറി എന്ന് പറഞ്ഞ ഞാനത് അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. ഓമനെ കുട്ടി ആരാന്ന് നിനക്ക് അറിയാമോ? എന്താന്ന് ഞാൻ പറഞ്ഞ അതല്ലെന്ന്. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട സാധനം വിത്തി സെക്കൻഡ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും എന്നാണ് ഞാൻ പറഞ്ഞത്. അയ്യോ അങ്ങനെയാണല്ലേ. ഓ പേടിപ്പിച്ചു കളഞ്ഞല്ലേ. വീടൊക്കെ എങ്ങനെയാണ്? ഓടിട്ടതാണോ? നിനക്ക് പൊളിച്ച് കയറാനാണ്. അതല്ല ചൂടുണ്ടോന്ന് ചോദിച്ചാണ് വീട്ടില്. ചൂടുണ്ട്, ഭയങ്കര ചൂടാ. രാത്രി കിടക്കുമ്പോ ഭയങ്കര ചൂടാ. അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്യും, ഫ്രിഡ്ജ് അങ്ങ് തുറന്നു ഇട്ടിട്ട് അതിന് മുമ്പിൽ പാവിരിച്ചിട്ട് അങ്ങ് കിടന്നു തുറന്നു. പിന്നെ കറണ്ട് ബില്ല് വരുമ്പോ അങ്ങ് ചൂടാകും. ഞങ്ങൾ പരസ്പരം അങ്ങ് ചൂടാവും. പിന്നെ എന്തിനി? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾ ഇരിക്കുന്ന സാധനം കണ്ടത് അതെന്തുവാ? AC ആണ്. AC. ആ അത് കൊള്ളാല്ലേ? ഇഷ്ടപ്പെട്ടല്ലേ? അപ്പൊ അത് ഓക്കെ. പിന്നെ ഈ വീട്ടില് അലക്കുന്ന സാധനം ഉണ്ടോ? അലക്കുന്ന സാധനം ഉണ്ടല്ലോ. അലക്കുക മാത്രല്ല, എത്ര മുഷിഞ്ഞ തുണി അലക്കി തെളിച്ച് വെളുപ്പിച്ച് എന്റെ കൈയിൽ കൊണ്ട് വെച്ച് തരും. ഏത് സാധനം? ഈ സാധനം. അതല്ല, ഇതിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇരിക്കുന്ന സാധനം കണ്ടോ നിങ്ങൾ? ആ ബോക്സ്, വലിയ ബോക്സ്. അതിനൊരു പ്രത്യേകത ഉണ്ട്. സ്വിച്ച് ഇട്ടാ മതി. തുണി എടുത്തിടുക, സോപ്പ് പൊടി ഇടുക, വെള്ളം ഒഴിക്കുക, കഴുകി ഉണക്കി നമ്മുടെ കയ്യിൽ വിത്ത് സെക്കൻഡ് തരും. കഴുകി ഉണക്കി തരും. വിത്ത് സെക്കൻഡ് തരും. നമ്മൾ എന്നാ പോയി എന്റെ വയറൊന്ന് കഴുകാലോ. എന്താ അതിനകത്ത് കയറി കിടക്കും, ഞാൻ ഓണാക്കാം. അയ്യോ ഈ പുള്ളിക്കാരൻ കുറച്ച് നാളുകൊണ്ട് പറയുന്നത് വയറ് കഴുകണമെന്ന് പറഞ്ഞ വയറ് കഴിയിട്ട് പോകും. സംഭവം ഓക്കേണാ? സംഭവം ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞാൻ സംഭവം ഇഷ്ടപ്പെട്ടു. സാറിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞു. എന്റെ അഡ്രസ് രവി പുത്തമ്പുരക്കൽ. അയ്യോ ഇതെന്താ? അല്ല ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കൂളിംഗ് ഗ്ലാസ്. അയ്യോ കൂളിംഗ് ഗ്ലാസ് അല്ല, ശരിക്കും നമ്മളിത് വീട്ടിൽ നമുക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാണാത്ത കാഴ്ചകളെല്ലാം നമ്മൾ കാണാത്ത കാഴ്ച എല്ലാം കാണും. എല്ലാം കാണാം. 10-45 വർഷമായിട്ട് ഈ മോന്ത തന്നെ കണ്ടോണ്ടിരിക്കുക. എനിക്ക് കാണാത്ത കാഴ്ചകൾ കാണണം. എല്ലാ കാഴ്ചയും എനിക്ക് കാണണം. അതെ ഒരു കാര്യം ചെയ്യാം, അത് വെച്ച് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാറുണ്ട്. എങ്ങനെ ഇതിങ്ങനെ അത് വെച്ചിട്ട് ഇത് വെച്ച് നമ്മളിങ്ങനെ നമ്മൾ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. എന്നാടി എന്തുവാണ്? നിനക്ക് പ്രാന്തായിരുന്നോ? എന്നെ ഒരു വലിയൊരു സാധനം ആക്രമിക്കാൻ വേണ്ടി വന്ന് ഞാൻ എന്നെ അടിച്ചു കൊന്നു കളഞ്ഞു. 45 വർഷത്തെ പ്രതികാരം ചെയ്തതാണ് ഇവിടെ എന്നോട്. നിങ്ങൾ എന്റെ താഴെ കിടക്കുന്നേ? നീ എന്നെ ഇടിച്ചു വീഴ്ചയാന്നു. ശരിക്കും നിങ്ങളാണോ എന്നെ കൊല്ലാൻ വന്നേ? അയ്യോ. അപ്പൊ ഒരു കാര്യമുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ അഡ്രസ് പ്രകാരം നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം കയറ്റി വിട്ടു. സാധനം എല്ലാം പാക്ക് ചെയ്ത് കയറ്റി വിട്ടു. അയ്യോ എവിടെ കയറ്റി വിട്ടെന്ന്? ഇനി സാർ ഒരു 1.5 ലക്ഷം രൂപ ഇങ്ങോട്ട് അടച്ചാൽ മതി. 1.5 ലക്ഷം രൂപയോ? എന്തിനാ? അതെ പിന്നെ സാറല്ലേ പറഞ്ഞ അത് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ഇത് അപ്പൊ തന്നെ വിത്ത് സെക്കൻഡ് ഞങ്ങൾ അപ്പൊ തന്നെ നേരെ ഡെലിവറി ചെയ്യും. ഞങ്ങൾ അറിയില്ലേ? എടാ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അപ്പഴേ നീ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് വിടുവാന്നോ? പിന്നെ സാധനം കൊടുക്കണ്ടേ? 1.5 ലക്ഷം രൂപ വേണം. ഞങ്ങൾ ഇവിടെ വന്നതല്ലെന്നോ? പിന്നെ നിങ്ങൾ ഇവിടെ വന്നതാണ്. ഞങ്ങൾ ഉത്സവം കൂടാൻ വന്നതാണേ. എന്റെ ദൈവമേ, ഉത്സവം കൂടാനായിട്ട് പൊന്നെ വിത്തിൻ സെക്കൻഡ് ഞങ്ങൾ അപ്പുറത്തെ അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. അവിടെ സമൂഹ സദ്യ കഴിക്കാൻ വേണ്ടി വന്നതാ. ആ പുറത്ത് നിന്നുള്ള ഒരാള് ഇങ്ങോട്ട് കയറും. അയ്യോ അതല്ല, അത് എയർമാൻ ആണ്. അത് ഇങ്ങനെ വീശിക്കൊണ്ടേ ഇരിക്കുള്ളൂ. ദൈവമേ, അത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. എനിക്കിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പൈസ അടച്ചാൽ പറ്റുള്ളൂ. ഇവിടെ സമയം ഇപ്പൊ 3 ഞങ്ങളുടെ ബസ് വരാൻ സമയമായി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.